ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി അല്പസമയത്തിനകം പോളിംഗ് ബൂത്തിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കും. ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ ഹിന്ദു ഏകതാ സമ്മേളനം ആർഎസ്എസ് സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭഗവത് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. കൊട്ടാരക്കര സദാനന്ദപുരത്ത് ആംബുലൻസും ലോറിയും കൂട്ടിയിടിച്ച് രോഗിയടക്കം 2 പേർ മരിച്ചു. 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോൾ സെമിഫൈനലിൽ കേരളം ഇന്ന് അസമിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി ഇന്ന് വിധിയെഴുതും. 70-അംഗ നിയമസഭയിലേക്ക് അല്പസമയത്തിനകം ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെ തുടരും. 1,56,00,000-ലേറെ വോട്ടർമാർ 699 സ്ഥാനാർത്ഥികളിൽ നിന്ന് സ്വന്തം പ്രതിനിധികളെ തെരഞ്ഞെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി അതിഷി, ബിജെപിയുടെ വിജേന്ദർ ഗുപ്ത, പ്രവേശ് വർമ്മ, രമേശ് ബിദുരി, കൈലാഷ് ഗലോട്ട്, കോൺഗ്രസിന്റെ സന്ദീപ് ദീക്ഷിത്, ഹറൂൺ യൂസഫ്, അൽക്ക ലാംബ തുടങ്ങിയ പ്രമുഖർ മത്സരരംഗത്തുണ്ട്. 13,700-ലധികം പോളിംഗ് ബൂത്തുകൾ ദേശീയ തലസ്ഥാനത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. 70 പോളിംഗ് സ്റ്റേഷനുകൾ വീതം കൈകാര്യം ചെയ്യുന്നത് വനിതകളും ദിവ്യാംഗരുമാണ്. 1,80,000-ലേറെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കും. ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്ന അദ്ദേഹം സംഗമത്തിലെ പൂജയിലും പങ്കുചേരും. യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ സന്യാസിമാരെയും അദ്ദേഹം സന്ദർശിക്കും. ജനുവരി 13-ന് ആരംഭിച്ച മഹാകുംഭമേളയിൽ ഇതുവരെ 38 കോടിയിലധികം തീർത്ഥാടകർ സ്നാനം ചെയ്തുവെന്നാണ് കണക്ക്. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായി വാഹന ഉടമകളുടെ മൊബൈൽ നമ്പറുകൾ വാഹൻ സൈറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് ഫെബ്രുവരി 15 വരെ സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. റീജിയണൽ, സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ ഇതിന് സൌകര്യം ലഭ്യമാണ്. പഠന ഗവേഷണങ്ങളിൽ വിദ്യാർത്ഥികൾ നേടുന്ന അറിവ് സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉപകരിക്കണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. തൃക്കാക്കര ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി നിർമ്മിച്ച മെഷീൻ റൂൾ ലാബും കോമൺ കമ്പ്യൂട്ടിംഗ് സെന്ററും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എറണാകുളം മഹാരാജാസ് കോളേജിലെ നവീകരിച്ച സിന്തറ്റിക് ട്രാക്കും പുതിയ ലാബും നേരത്തെ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കെഎസ്ആർടിസിയിൽ 1-ാം തീയതി ശമ്പളം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടും ഒരു വിഭാഗം തൊഴിലാളികൾ സമരം ചെയ്തത് ശരിയായില്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. ജീവനക്കാരുടെ സമരം പരാജയപ്പെട്ടെന്നും ഇത്തരം രീതികൾ വേണ്ടെന്ന സന്ദേശമാണ് സമരത്തിന്റെ പരാജയം കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നവീകരിച്ച ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയും ബോട്ടുകളും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൊച്ചിക്ക് പുതുതായി അനുവദിച്ച ഡബിൾ ഡെക്കർ ബസ് ഉപയോഗിച്ച് ടൂറിസം പാക്കേജ് തയ്യാറാക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. അർഹരായ എല്ലാവർക്കും ഭക്ഷ്യധാന്യം ലഭ്യമാക്കുകയാണ് ഗവൺമെന്റ് നയമെന്നും ഇത് ഉറപ്പാക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. പറമ്പിക്കുളം ഗോത്രവർഗ്ഗ മേഖലയിൽ ആരംഭിച്ച സഞ്ചരിക്കുന്ന റേഷൻ കട ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പാലക്കാട് ജില്ലയിൽ റേഷൻ കാർഡ് മസ്റ്ററിംഗ് 95% പൂർത്തീകരിച്ചതായും മന്ത്രി അറിയിച്ചു. പട്ടികവർഗ്ഗ വിഭാഗക്കാർക്ക് വരുമാനവും ജീവിതമാർഗ്ഗവും ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു. അട്ടപ്പാടി പുതൂർ ഗ്രാമപഞ്ചായത്തിലെ താഴെ ഭൂതയാറിൽ തേൻ സംസ്കരണശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സഹ്യ ഡ്യൂ തേൻ വിപണനവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചെമ്മീൻ ഉൽപാദനത്തിൽ കേരളത്തിന് അനന്ത സാധ്യതകളുണ്ടെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. കണ്ണൂർ എരഞ്ഞോളി ഫിഷ് ഫാമിൽ പുതുതായി നിർമ്മിച്ച മത്സ്യ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനാമി ചെമ്മീൻ കൃഷിയുടെ ആദ്യ വിളയെടുപ്പും സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. യുഡിഎഫിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. യാത്രയുടെ ഭാഗമായി രാവിലെ പാലോട് ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നെയ്യാറ്റിൻകര താലൂക്കിലെ അമ്പൂരിയിൽ സമാപന സമ്മേളനം എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യും. ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ വൈകിട്ട് ഹിന്ദു ഏകതാ സമ്മേളനം ആർഎസ്എസ് സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ഉദ്ഘാടനം ചെയ്യും. ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ പ്രഭാഷണം നടത്തും. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
പമ്പാമണൽപ്പുറത്തെ ശ്രീ വിദ്യാധിരാജ നഗറിൽ നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനം RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃത കൃതിയായ ശ്രീനാരായണ സ്മൃതിയുടെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഡോക്ടർ G. ആനന്ദരാജ് തയ്യാറാക്കിയ മലയാള പരിഭാഷയുടെയും വേദജ്യോതി ഭാഷ്യത്തിന്റെയും പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും. ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി, ചെറുകോൽ, ഐരൂർ എന്നീ 3 ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ഉച്ചകഴിഞ്ഞ് പ്രാദേശിക അവധിയായിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമാവില്ല. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ക്യാൻസർ കെയർ സൊസൈറ്റിക്ക് മാവൂർ തെങ്ങിലക്കടവിലെ ഭൂമിയും കെട്ടിടവും വിട്ടുനൽകുന്നതിന് നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകി. മന്ത്രിമാരായ വീണ ജോർജ്, MB രാജേഷ് എന്നിവരുമായി വിഷയം ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച സാങ്കേതിക പ്രശ്നങ്ങളാണ് തീരുമാനം വൈകാൻ കാരണം. കൊല്ലം കൊട്ടാരക്കര സദാനന്ദപുരത്ത് ആംബുലൻസും ലോറിയും കൂട്ടിയിടിച്ച് രോഗിയടക്കം 2 പേർ മരിച്ചു. അടൂർ ഏഴംകുളം സ്വദേശി തമ്പി, ഭാര്യ ശ്യാമള എന്നിവരാണ് മരിച്ചത്. അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ 7 പേർ ചികിത്സയിലാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കണ്ണൂർ പയ്യന്നൂരിലെ കണ്ണോത്ത് കുഞ്ഞികൃഷ്ണൻ നായർ എന്ന KN കണ്ണോത്ത് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. INTUC സംസ്ഥാന നേതാവും റെയിൽവേ തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ നേതാവുമായിരുന്നു. സംസ്കാരം വൈകിട്ട് കേളോത്ത് കൈവല്യം ശ്മശാനത്തിൽ നടത്തും. കോഴിക്കോട് ദേശീയപാത നവീകരണം നടക്കുന്ന ഭാഗത്ത് സുരക്ഷാഭിത്തിയില്ലാത്ത കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണ് സ്വിഗ്ഗി ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ദേശീയപാത പ്രൊജക്ട് ഡയറക്ടറും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ആവശ്യപ്പെട്ടു. എലത്തൂർ സ്വദേശി M. രഞ്ജിത്താണ് തൊണ്ടയാട് മലാപ്പറമ്പ് റോഡിലെ പനാത്തുതാഴം നേതാജി ജംഗ്ഷനിലെ കുഴിയിൽ വീണ് മരിച്ചത്. തൃശൂർ എളവള്ളി ചിറ്റാട്ടുകരയിൽ ആനയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു. മറ്റൊരാൾക്ക് പരിക്കേറ്റു. ആലപ്പുഴ സ്വദേശി ആനന്ദാണ് മരിച്ചത്. ബ്രഹ്മകുളം പൈങ്കിണിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എഴുന്നള്ളിച്ച ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് പാപ്പാനെ കുത്തിയ ശേഷം ആനന്ദിനെ ആക്രമിച്ചത്. ആനയെ പിന്നീട് തളച്ചു. ഉത്തരാഖണ്ഡിൽ 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോൾ സെമിഫൈനലിൽ കേരളം ഇന്ന് അസമിനെ നേരിടും. ഉച്ചയ്ക്ക് 12-ന് ഹൽദ്വാനിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. ബി ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരായാണ് കേരളം സെമിയിലെത്തിയത്. എ ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരായാണ് അസമിന്റെ സെമി പ്രവേശം. ന്യൂസ് ഡെസ്കിൽ നിന്ന് ദേശീയ ഗെയിംസിന്റെ കൂടുതൽ വിവരങ്ങൾ. ദേശീയ ഗെയിംസ് വോളിബോൾ ക്വാർട്ടർ ഫൈനലിൽ കേരളത്തിന്റെ പുരുഷ ടീം ഇന്ന് ഗോവയുമായി ഏറ്റുമുട്ടും. രാവിലെ 8:30-ക്ക് ശിവപുരി ബീച്ചിലാണ് മത്സരം. ഇതേ വേദിയിൽ കേരളത്തിന്റെ വനിതാ ടീം രാവിലെ 9:50-ന് പുതുച്ചേരിയുമായും ഏറ്റുമുട്ടും. ഷൂട്ടിംഗിൽ റോൺ ജോർജും സൈക്ലിംഗിൽ അദ്വൈത് ശങ്കറും ബോക്സിംഗിൽ മൊഹ്സിനും ഇന്നിറങ്ങുന്നുണ്ട്. ഇന്നലെ 2 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവുമാണ് കേരളത്തിന്റെ നേട്ടം. വനിതകളുടെ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ ഹർഷിത 3ാം സ്വർണം നേടി. വനിതകളുടെ വാട്ടർ പോളോയിലും കേരളത്തിന് സ്വർണം ലഭിച്ചു. ബാസ്കറ്റ്ബോൾ 3x3 പുരുഷ വനിതാ വിഭാഗങ്ങളിൽ വെള്ളിയും പുരുഷന്മാരുടെ വാട്ടർ പോളോയിൽ പശ്ചിമബംഗാളിനെ പരാജയപ്പെടുത്തി വെങ്കലവും കേരളം സ്വന്തമാക്കി. 8 സ്വർണവും 7 വെള്ളിയും 5 വെങ്കലവുമടക്കം 20 മെഡലുകളുമായി ഗെയിംസിൽ 7ാം സ്ഥാനത്താണ് കേരളം. 28 സ്വർണം ഉൾപ്പെടെ 53 മെഡലുകളുമായി കർണാടകയാണ് ഒന്നാമത്. കേരള എലൈറ്റ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ കോഴിക്കോട്ട് KSCB വിജയിച്ചു. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ 1-3 ഗോളിന് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയെയാണ് അവർ തോൽപ്പിച്ചത്. സംസ്ഥാന അന്തർജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. കക്കാട് ഡ്രീം ബാഡ്മിന്റൺ അറീനയിലെ ചാമ്പ്യൻഷിപ്പിൽ 300-ലേറെ കായിക താരങ്ങൾ പങ്കെടുക്കും. CPIM കാസർകോട് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കാഞ്ഞങ്ങാട്ട് തുടക്കമാകും. പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നബാർഡിന്റെ സഹായത്തോടെ മത്സ്യോൽപ്പന്ന സംരംഭകർക്കായി പുതിയ ഫെസിലിറ്റി സെന്റർ ആരംഭിക്കാൻ ധാരണയായി. കുസാറ്റ് എറണാകുളം ലേക്ക് സൈഡ് ക്യാമ്പസിലെ സ്കൂൾ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിഷറീസിലാണ് സെന്റർ സ്ഥാപിക്കുന്നത്. ഇതിനായി നബാർഡ് 25 ലക്ഷം രൂപയും കുസാറ്റ് 2,70,000 രൂപയും നൽകും. കോഴിക്കോട് മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ ഹോട്ടൽ ഉടമയും സഹായികളും ഉപദ്രവിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടി. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. താനൂർ നാടവത്തിത്തോട് ഉപ്പുവെള്ള നിയന്ത്രണ VCB കം ഫ്രിഡ്ജിന്റെ നിർമ്മാണം മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ചെരവല്ലൂർ ബണ്ട് റോഡിന്റെ നിർമ്മാണം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായും ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി അല്പസമയത്തിനകം പോളിംഗ് ബൂത്തിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കും.
ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ ഹിന്ദു ഏകതാ സമ്മേളനം RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. കൊട്ടാരക്കര സദാനന്ദപുരത്ത് ആംബുലൻസും ലോറിയും കൂട്ടിയിടിച്ച് രോഗിയടക്കം 2 പേർ മരിച്ചു. 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോൾ സെമിഫൈനലിൽ കേരളം ഇന്ന് അസമിനെ നേരിടും.